കെ മഹേശ്വരൻ നായർക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കൂ. എത്ര വോട്ടുണ്ട് ഇവിടെ? 3 വോട്ട്. 3 വോട്ടിന് 30 വോട്ടാക്കി തരണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയമുറപ്പിച്ചുകൊണ്ട് തന്നെ BJP മത്സരത്തിനിറങ്ങുന്ന വാർഡുകളിൽ ഒന്ന് പുന്നയ്ക്കാമുകളാണ്. കെ മഹേശ്വരൻ നായരാണ് പുന്നയ്ക്കാമുകളിൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരത്തിനിറങ്ങുന്നത്. ഇത്തവണയും BJPക്കൊപ്പം തന്നെ വാർഡ് ഉണ്ടാകും. തീർച്ചയായിട്ടും. എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെയും പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയുടെയും നേതൃത്വം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ തലസ്ഥാന നഗരം വളരെ വർഷങ്ങളായി 40-45 വർഷം കൊണ്ട് LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. പണ്ട് കാലങ്ങളിൽ കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. മാരകമായ അസുഖം ബാധിക്കുന്ന കൊതുക് നിവാരണം, എലി നശീകരണം, തെരുവ് നായ്ക്കളുടെ ബാഹുല്യം, ഇതൊക്കെ ഇതുപോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പ്രദേശത്ത് ഉള്ള ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യവും ഇല്ല. ഒരു കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കോ, നമ്മുടെ മുകളിൽ പോകുമ്പോൾ പുന്നയ്ക്കാ മുകളിൽ ഈ ഒരു റോഡ് സൈഡിലാണ് മാർക്കറ്റൊക്കെ ഇരിക്കുന്നത്. അപ്പം അതിന് ഈ 5 വർഷത്തിന് മുമ്പ് 40-45 വർഷം LDFിൻ്റെ കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. ഭരണവും അവർക്കുണ്ടായിട്ടുണ്ട്. കുറച്ച് സ്ഥലം പൊന്നും വിലക്കെടുക്കുവാനോ അവിടെ എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ മനസ്സിലുണ്ട്. വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ 10-20 വർഷം പൂജപ്പുര കൗൺസിലറായിരുന്നു, ചെങ്കുള്ളൂർ വാർഡിൽ കൗൺസിലറായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലോട്ട് ഞാൻ വന്നത്. അത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെലവഴിക്കുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരോ ഈ നഗരസഭയോ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവർ ഫലപ്രദമായത് വിനിയോഗിക്കാത്തത്. ഇപ്പോൾ തന്നെ കുപ്രചരണങ്ങളാണ് 400 രൂപ കൂട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഈ കൊടുക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. ഇവിടെ 80% കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും 10% സംസ്ഥാന സർക്കാരും 10% തിരുവനന്തപുരം നഗരസഭയും ചെലവഴിക്കേണ്ട വലിയ ബൃഹത്തായ പ്രോജക്റ്റുകൾ, അതായത് സീവേജിൻ്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ പൊതുനിരത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ നഗരത്തിൽ. അപ്പോൾ ഈ നഗരം എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ BJPക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലേത് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ മനോഹരമായ നഗരസഭയായി മാറ്റുന്നതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് എന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മത്സരിപ്പിക്കുന്നത്. എന്നെ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നത്. 2020 LDFിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാർഡാണ്. ഇത്തവണ LDF പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ആ ആത്മവിശ്വാസം അവർക്ക് നല്ലതാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഷയമുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ശാശ്വതമായ ഒരു പരിഹാരം, ഒരു നഗര പരിഷ്കരണം, അതാത് വാർഡുകളിലുള്ള വളരെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ 40-45 വർഷം പരിശോധിച്ചിട്ടും അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടും അത് ഒന്നും നടപ്പിലാക്കാതെ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ LDFന് വോട്ട് ചെയ്താൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്കാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP അധികാരത്തിൽ വരുന്നതിനുള്ള എല്ലാ നീക്കവും ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. കാരണം CPMൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഭീഷണി രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഇറങ്ങിയപ്പോൾ പലരും പുറത്ത് പറയാൻ പേടിയാണ് വോട്ട് അപ്പോൾ അത് വോട്ടിലൂടെ BJPക്ക് അനുകൂലമാകും. അത് ഈ പുന്നയ്ക്കാമുകൾ വാർഡല്ല, ഈ നഗരത്തിൽ മുഴുവൻ അതാണ്. കാരണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് വളരെ അടുത്ത് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭ ഭീഷണി രാഷ്ട്രീയമാണ്.
ഇവിടെ അവസാനിക്കണം. നമ്മളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൗൺസിലറാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാകും ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മിക്കവാറും എന്നല്ല, മുഴുവൻ കൗൺസിലർമാരും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ള കൗൺസിലറാണ്. ഇത് ഒരു കൗൺസിൽ നഗരസഭയായിരിക്കും അധികാരത്തിൽ വരുന്നത്. BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട് ഈ വാർഡിനെ സംബന്ധിച്ച് ഉണ്ടാവുമല്ലോ? വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലെ ഓടകൾ നിങ്ങൾ കണ്ടു കാണും. കൊതുക് നശീകരണം പ്രാഥമികമായ ആവശ്യം. ജനങ്ങൾക്ക് ശുദ്ധവായു ലഭിക്കണം, റോഡിലിറങ്ങി നടക്കണം, തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ലാതാകണം, അത്യാവശ്യത്തിന് മാർക്കറ്റ് വേണം, പ്രായം ചെന്ന ആൾക്കാർക്ക് ഇത്തിരി വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കുന്നതിനുള്ള ഒരു ഇടം വേണം, ചിൽഡ്രൻസ് പാർക്ക് വേണം, അത്യാവശ്യത്തിന് മാർക്കറ്റ് വേണം, ഒരു 10, 200, 250 പേർക്ക് ഒന്നിച്ച് സമ്മേളിക്കുന്നതിനുള്ള ഒരു കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികൾ നടത്തുന്നതിനുള്ളൊരു അവസരം ഉണ്ടാവണം. അങ്ങനെ ഇതൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ വേറെ വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് ഞാൻ വരും ദിവസങ്ങളിൽ വിടും. സർപ്രൈസാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. 2020 LDFിന്റെ കയ്യിൽ നിന്ന് BJP പിടിച്ചെടുത്ത വാർഡാണ്. അത് ഇത്തവണയും LDFിന് വിട്ടുകൊടുക്കില്ല. ഈ സീറ്റ് നിലനിർത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സനും ശ്രീജുവിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.